പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ ന്യൂസിലൊക്കെ. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പം അത് എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ മാർക്കറ്റിംഗ് ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ സ്റ്റോറിയിലോട്ട് പോവാം. ഞാൻ ഒരു ബുക്കിൻ്റെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റിന്യൂവലാണ് ചെയ്യേണ്ടത്. അതായത് ഓൾറെഡി ഇവർ മാർക്കറ്റ് ചെയ്ത ബുക്സിനെ റിന്യൂവൽ ചെയ്യുക, പുതിയ വേർഷൻ അവരെ കൊണ്ട് എടുപ്പിക്കുക, അടുത്ത നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് എടുപ്പിക്കുക. അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 10 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് 8 മണിക്ക് ഇവിടെ മാർക്കറ്റിങ്ങിനുള്ള പിള്ളേർ വന്ന് അവർക്ക് അവിടെയുള്ള ക്ലാസ്സുകൾ കൊടുക്കും രാവിലെ. അപ്പോൾ 10 മണിക്ക് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും അവർ ഓൾറെഡി സെയിലിന് വേണ്ടി പോകാൻ റെഡി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും, പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ഓർമ്മ വന്നത്. എന്നുവെച്ചാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു സ്ലേവ് അടിമകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക അതുപോലെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കാര്യം ഒന്നും എനിക്ക് അറിയില്ല. കാരണം ടാർഗറ്റ് ഉണ്ട്, എല്ലാ മാർക്കറ്റിംഗ് കമ്പനികളിലും ടാർഗറ്റ് ഉണ്ട്. പക്ഷേ അവർ വിളിച്ച് വരുത്തുന്നത് അസിസ്റ്റന്റ് മാനേജറായിട്ട് നിങ്ങൾക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ച് വരുത്താറ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തിനാണ് ഒരുപാട് പേര് ഒരുപാട് മോഹങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പാരൻസ് സന്തോഷിക്കും, എൻ്റെ മകൻ അസിസ്റ്റന്റ് മാനേജറാണ് എന്ന് പറയാനായിരിക്കും അവർ ആഗ്രഹിക്കുക. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ്. എത്രയോ പേര് ഒരു ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ആഴ്ച നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ പെട്ടിയും കിടക്കയൊക്കെ പറക്കി കെട്ടിക്കൊണ്ട് അച്ഛന്മാരാണ് കൊണ്ടാക്കാനായിട്ട് വരുന്നത് അവിടെ. അപ്പോൾ നമുക്ക് കണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ മാനേജറെ കണ്ടു കഴിയുമ്പോഴായിരിക്കും അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് വിളിച്ചതാണെങ്കിലും നിങ്ങൾ 1 ഇയർ ഈ ബുക്സ് സെയിൽ ചെയ്താൽ മാത്രമേ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് എത്തത്തുള്ളൂ എന്നാണ് അവിടെ എത്തുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഈ അത്രയും ഡ്രസ്സുകളും പാക്ക് ചെയ്ത് വരുന്ന ആ മക്കളുടെയും പാരൻസിൻ്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലരൊക്കെ അപ്പം തന്നെ ഔട്ടായി പോകുന്നുണ്ട്, അതായത് നിൽക്കാതെ അവർ പോകുന്നുണ്ട്. ഇതല്ല നമ്മൾ അവിടെ നിന്ന് കരുതി വന്നതല്ല ഇവിടെ എന്ന് മനസ്സിലാക്കി പോകുന്നുണ്ട്. ചിലർ 1 ഇയർ ഇങ്ങനെ നിന്നാൽ ട്രെയിനിങ് അല്ലേ, ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് 100 പിള്ളേർ വരുമ്പോൾ എന്തായിരുന്നാലും ഒരു ഫേമിൽ 100 അസിസ്റ്റന്റ് മാനേജർ കാണുമോ? ഇല്ല, 1 2 2ഒന്നും കാണില്ല. ഒരു ഫേമിൽ ഒരു അസിസ്റ്റന്റ് മാനേജർ ഒരു മാനേജറിലേ കാണത്തുള്ളൂ. അപ്പോൾ ഈ 100 പിള്ളേരെ ഒരിക്കലും അസിസ്റ്റന്റ് മാനേജർ ആക്കില്ല. അപ്പോൾ അത് ഒരാളെ പോലും ആക്കുമോ നമുക്ക് അറിയത്തില്ല. കുറേ പേര് കുറേയൊക്കെ ഇങ്ങനെ അരഞ്ഞ് തിരിഞ്ഞ് ബുക്കൊക്കെ വിറ്റ് വരുമ്പോൾ ക്ഷീണിച്ച് അവരങ്ങ് പോവും. പിന്നെ കുറച്ച് പേര് പിടിച്ച് നിൽക്കും. അതിൽ ഒരാൾ ചിലപ്പോൾ ആയെന്ന് വരാം, ചിലപ്പോൾ അവരും പോവും, ചിലപ്പോൾ ആരും ആയില്ലെന്ന് വരാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് കമ്പനിയിൽ നടക്കുന്നത്. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അസിസ്റ്റന്റ് മാനേജർ പെട്ടെന്ന് ഒരാളെയും പിടിച്ച് അസിസ്റ്റന്റ് മാനേജർ ആക്കില്ല. അതിന് കുറേ പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് ആരും ഈ മാർക്കറ്റിംഗ് കമ്പനികളിലേക്ക് പോയി കയറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.